പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5. പ്രധാന വാർത്തകൾ. മരുന്നുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് സുൽത്താനേറ്റ്. 20 ദശലക്ഷം റിയാൽ ചെലവിൽ റുസൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നിർമ്മിച്ച മെനഗൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്തി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രിമാർ ഉൾപ്പെടെ സന്നിധരായിരുന്നു. അപൂർവ രോഗങ്ങൾക്കുള്ള പ്രത്യേക മരുന്നുകൾ ഒമാനിൽ ഉൽപ്പാദിപ്പിക്കാൻ മെനഗൻ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറി വേദിയാകും. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ മെഡിസിൻ ഫാക്ടറിയാണിതെന്നും അധികൃതർ അറിയിച്ചു. അപൂർവവും വിട്ടുമാറാത്തതുമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായുള്ള കൂട്ടായ പ്രതിബദ്ധതയുടെ തെളിവാണ് പുതിയ ഫാക്ടറിയെന്ന് മെനഗൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഫാക്ടറി ഡയറക്ടർ ഹമദ് ബിൻ സൈഫ് അൽ ഹസാനി പറഞ്ഞു. വീടുകളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കളെ വ്യക്തമാക്കി അധികൃതർ. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ അശ്രദ്ധയോടെയുള്ള ഉപയോഗവും ലോഹത്തിന്റെ അംശമുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതും അപകടങ്ങൾക്ക് മുഖ്യ കാരണമാകുന്നു. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ലോഹങ്ങളുടെ അംശം അടങ്ങിയിട്ടില്ലാത്ത പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും സിവിൽ ഡിഫൻസ് ഉണർത്തി. മൈക്രോവേവ് ഓവനുകൾ അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് മൂലം സംഭവിക്കുന്ന നിരവധി അപകടങ്ങളാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവയിൽ ഉപയോഗിക്കുന്ന അലുമിനിയം അടങ്ങിയ വിവിധ പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവുകയും തീപിടുത്തമുണ്ടാക്കുകയും ചെയ്യുന്നു. അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ കെട്ടിട ഉടമകൾ തയ്യാറാകുന്നില്ല എന്നത് അപകടങ്ങളിൽ പോലും തീ പെട്ടെന്ന് പടരാനും കാരണമാകുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മതേതര വിശ്വാസികളുടെ മനസ്സിന് കുളിര് നൽകി മിന്നുന്ന പ്രകടനം നടത്തിയ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിലും മത്സരിച്ച 3 ലോക്സഭാ മണ്ഡലങ്ങളിലും റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിലും റൂവി KMCC ഓഫീസിൽ വെച്ച് വിജയാഘോഷം നടന്നു. ചടങ്ങിൽ റൂവി KMCC ഭാരവാഹികൾ, കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ദേശീയ രാഷ്ട്രീയത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ മറികടന്നുകൊണ്ട് ഇന്ത്യ മുന്നണി നേടിയ മുന്നേറ്റം നാനാത്വത്തിൽ ഏകത്വമെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസിദ്ധമായ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഇൻക്യാസ് ഒമാൻ നാഷണൽ കമ്മിറ്റി പറഞ്ഞു. ഏകാധിപത്യത്തിലേക്കും മനുഷ്യനെ തമ്മിലകറ്റുന്ന വെറുപ്പിന്റെ ലോകത്തേക്കും നടന്നു നീങ്ങിയ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ജനാധിപത്യബോധമുള്ള ഇന്ത്യൻ വോട്ടർമാർ ചെറുത്തു തോൽപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വരാൻ പോകുന്ന നല്ല നാളെയുടെ സൂചനയാണിത്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത പരാജയം നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവ് കൂടിയാണ്. വരുന്ന ഖരീഫ് കാലത്തെ വരവേൽക്കാൻ ധോഫാർ ഗവർണറേറ്റ് പൂർണ്ണ സജ്ജം. 6000-ഓളം ഹോട്ടൽ മുറികൾ ഗവർണറേറ്റിൽ ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. ഈദ് അവധി ദിനങ്ങളിൽ അടക്കം ഹോട്ടൽ മുറികൾ വലിയ തോതിൽ ബുക്കിംഗ് നടക്കുകയാണ്. ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയും വലിയ തോതിൽ ബുക്കിംഗ് നടന്നുവരികയാണ്. 1000 ഹോട്ടൽ മുറികളാണ് ധോഫാറിൽ നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ധോഫാർ നഗരസഭാ കൗൺസിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. സീസണുമായി ബന്ധപ്പെട്ട പരിപാടികളും പദ്ധതികളും അതിന്റെ തയ്യാറെടുപ്പിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സീസൺ സമയത്തെ ഗതാഗതം സുഗമമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും ചർച്ചയിൽ ഉയർന്നുവന്നു. ഗവർണറേറ്റിൽ ഖരീഫ് സീസണുമായി ബന്ധപ്പെട്ട് വാണിജ്യ മേഖലയിലെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. ചരക്കുകളുടെയും ഭക്ഷ്യസേവനങ്ങളുടെയും വിതരണം, വാണിജ്യ ബാങ്കുകളുടെ സേവനങ്ങൾ, ഗ്യാസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തും. 2026 ലോകകപ്പ്, 2027 ഏഷ്യ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിനായി ഒമാൻ ടീം തായ്വാനിലേക്ക് തിരിച്ചു. തായ്പേയ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നാളെ ഒമാൻ സമയം ഉച്ചയ്ക്ക് 3 മണിക്കാണ് മത്സരം. മസ്കത്തിൽ പരിശീലകൻ സിൽഹാവിയുടെ കീഴിൽ നടന്ന ദേശീയ ക്യാമ്പിന് ശേഷമാണ് ടീം തായ്വാനിലെത്തിയത്. താരങ്ങൾ ഇന്നലെ തായ്വാനിൽ പരിശീലനത്തിനിറങ്ങി. സിൽഹാവിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന ക്യാമ്പിൽ 28 താരങ്ങളാണ് പങ്കെടുത്തത്. ക്യാമ്പിലുടനീളം മികച്ച പ്രകടനം നടത്തുകയും ശാരീരിക ക്ഷമത നിലനിർത്തുകയും ചെയ്ത താരങ്ങൾക്ക് തായ്വാനിലേക്കുള്ള സംഘത്തിൽ ഇടം ലഭിച്ചു. താരങ്ങളുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുകയും കഠിന പരിശീലനമാണ് ക്യാമ്പിൽ നടന്നത്. ഒമാൻ ലീഗിലെ ഗോൾ വേട്ടക്കാരൻ വാലിദ് അൽ മുസൽമിയാണ് ഒമാൻ ടീമിൽ ഇത്തവണ പ്രധാന പുതുമുഖ താരം. ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെന്ന്
ICF ഇന്റർനാഷണൽ കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടുകയും ഇന്ത്യ എന്ന ലോകത്തിലെ മഹത്തായ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അന്തസ്സത്ത നിലനിർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ആത്യന്തികമായി ജയിക്കുന്നത് മതമല്ല, പകരം ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളാണ്. ഇന്ത്യയുടെ ആത്മാവിൽ തന്നെ അലിഞ്ഞു ചേർന്നതാണ് മതേതരത്വം. അതിനെ തകർക്കാൻ ഫാസിസത്തിന് എളുപ്പത്തിൽ സാധിക്കില്ല. ആ തിരിച്ചറിവാകണം ജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഉണ്ടാകേണ്ടതെന്നും ICF പ്രസ്താവനയിൽ പറഞ്ഞു. കടൽ വഴി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച വിദേശികളെ വടക്കൻ പാത്തിന ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. 12 ഏഷ്യൻ പൗരന്മാരാണ് പിടിയിലായവർ. ഇവർ വന്ന ബോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയിലെ ശതകോടി ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കുന്ന ഉജ്ജ്വല തിരിച്ചുവരവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ മുന്നണിയുടെ വിജയമെന്ന് ഇൻകാസ് ഒമാൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK പ്രസാദ് പറഞ്ഞു. കേരളത്തിൽ UDF നേടിയ ഗംഭീര വിജയത്തിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള തിരിച്ചുവരവിലുമുള്ള സന്തോഷം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ഇൻകാസ് ഒമാൻ പ്രവർത്തകരും നേതാക്കളും ആഘോഷിച്ചു. കോൺഗ്രസ് സഹായത്തോടെ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്കും BJP അക്കൗണ്ട് തുറന്നു എന്നാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം കാണിക്കുന്നതെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം വിൽസൺ ജോർജ് അഭിപ്രായപ്പെട്ടു. തൃശൂരിലെ വോട്ടിംഗ് കണക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത്. ഇത് അപകടകരമായ പ്രവണതയാണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. അതേസമയം കേരളത്തിലെ ജനവിധി ഇടതു സർക്കാരിനെതിരായ വിധിയാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ നിന്നും ഇടതു വലതു മുന്നണികളിൽ നിന്നും ആര് ജയിച്ചാലും അത് ഇന്ത്യ സഖ്യത്തിന് മുതൽക്കൂട്ടായിരിക്കുമെന്ന് വോട്ടർമാർക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഗൾഫ് ഇന്ത്യക്കാരിലും ആകാംക്ഷ നിറച്ചു. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിന് വിരുദ്ധമായി ഭരണമുന്നണി പിന്നോട്ടു പോയതും ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിലായതുമൊക്കെയാണ് ഉദ്വേഗം പടർത്തിയത്. തിരഞ്ഞെടുപ്പ് ഫലം ഏകപക്ഷീയമായിരിക്കുമെന്ന ധാരണയിൽ മിക്കവരും വോട്ടെണ്ണലിൽ ആദ്യം താൽപ്പര്യം കാണിച്ചിരുന്നില്ല. പിന്നീട് എന്തൊക്കെയോ അട്ടിമറി നടക്കുന്നുവെന്ന് മണത്തതോടെ ആളുകൾ സമൂഹമാധ്യമങ്ങളിൽ കുതിച്ചെത്തി. BJP നയിക്കുന്ന NDA ഹിന്ദി ഹൃദയഭൂമിയിൽ വിശേഷിച്ച് ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിടുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. സമാജ്വാദി കോൺഗ്രസ് സഖ്യം ഗംഭീര പ്രതിരോധമാണ് ഉയർത്തിയത്. സീബ് വിലായത്തിലെ മബേല സൗത്തിൽ മസ്കത്ത് നഗരസഭ ഒരുക്കുന്ന പാർക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. 1,52,400 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പ്രദേശത്തെ ഏറ്റവും വലിയ പച്ചവിരിച്ച പ്രദേശമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഉടൻ തന്നെ പാർക്ക് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സംവിധാനങ്ങളാണ് പാർക്കിൽ ഉണ്ടാവുകയെന്നും മസ്കത്ത് നഗരസഭ അറിയിച്ചു. ഭിന്നശേഷിക്കാർക്ക് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുൾപ്പെടെ പാർക്കിൽ സംവിധാനങ്ങളുണ്ടാകും. നടപ്പാത, സൈക്കിൾ പാത, നടപ്പാലം, കുട്ടികളുടെ കളിസ്ഥലം, വ്യായാമ സംവിധാനങ്ങൾ, വിശ്രമ കേന്ദ്രം, ശുചിമുറികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പാർക്ക്. പാർക്കിനോട് ചേർന്ന് കഫേകൾ, തെരുവ് കച്ചവട സ്റ്റാളുകൾ, സ്പോർട്സ് ഫീൽഡ് തുടങ്ങിയവയും സംവിധാനിക്കും. വടക്കൻ ഷർക്കിയ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇബ്ര വിലായത്തിൽ ഇന്റഗ്രേറ്റഡ് പഴം പച്ചക്കറി മാർക്കറ്റ് നിർമ്മിക്കുന്നു. 1,404 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വിശാല സൗകര്യങ്ങളോടെയാണ് പുതിയ കച്ചവട കേന്ദ്രം സ്ഥാപിക്കുകയെന്ന് ഗവർണറേറ്റ് വക്താവ് സുബൈദ ബിൻത് സാലിം അൽ ഷിദാനിയ പറഞ്ഞു. നിക്ഷേപ തൊഴിലവസരങ്ങൾക്കൊപ്പം പ്രാദേശിക ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുന്നതിനും മാർക്കറ്റ് വഴിയൊരുക്കുമെന്നും അവർ പറഞ്ഞു. വടക്കൻ ഷർക്കിയയുടെ തന്നെ പ്രധാന വാണിജ്യ കേന്ദ്രമായി ഇബ്ര ഇന്റഗ്രേറ്റഡ് പഴം പച്ചക്കറി മാർക്കറ്റ് മാറുമെന്ന് സുബൈദ ബിൻത് സാലിം അൽ ഷിദാനിയ കൂട്ടിച്ചേർത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഭരണാധികാരികളുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണെന്ന് സിദ്ദീഖ് ഹസൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും ജനങ്ങൾ നൽകിയ മറുപടിയാണിത്. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം വേരറ്റു പോയിട്ടില്ലെന്നതിൻ്റെ തെളിവ് കൂടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാർട്ടിയെ ജനമനസ്സിൽ നിന്നും അത്ര വേഗം പിഴുതെറിയാൻ കഴിയില്ലെന്നും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.